വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ പ്രദേശവാസികൾ എങ്ങനെ ഇങ്ങനെ ഒരു വമ്പൻ പദ്ധതി ഏറ്റെടുത്തു എന്നതും പ്രസക്തമാണ്. കലാപസമാനമായ സമരങ്ങൾ അരങ്ങേറിയിട്ടും സർക്കാരിന്റെ വിശ്വാസത്തിലെടുക്കാൻ പ്രദേശവാസികൾ തയ്യാറായി. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും പ്രദേശവാസികളാണ്. തുറമുഖ നിർമ്മാണത്തിനിടെ നിരവധി പ്രതിസന്ധികളാണ് സംസ്ഥാന സർക്കാർ നേരിട്ടത്. പ്രാദേശിക പ്രതിഷേധമായിരുന്നു അതിൽ പ്രധാനം. സർക്കാർ ഉറപ്പ് പ്രദേശവാസികൾ വിശ്വാസത്തിലെടുത്തതോടെയാണ് സമരം അവസാനിച്ചത്. ഇന്ന് തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഏറെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. ചേച്ചി, കേരളത്തിൻ്റെ ഒരു വലിയ വികസനം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. തുറമുഖം യാഥാർത്ഥ്യമാകുന്നു. ഒരുപാട് കാലത്തെ എഫേർട്ടും വലിയ സമരമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം നിങ്ങൾക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. എങ്ങനെയാണ് അതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നത്? നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തൊട്ട് ഞാൻ ഇതിൻ്റെയോടൊപ്പം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി ഞങ്ങൾക്കുള്ള സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രദേശവാസികളായ നമ്മളുടെ മക്കൾ ഇതെല്ലാം ആയി. ഇനി നമ്മളുടെ മക്കൾക്ക് നല്ലൊരു തൊഴിൽ ഇവിടെ കിട്ടണം, അവരുടെ ഭാവി നന്നാവണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ ഒരു ആശയമായിട്ടുണ്ട്. രണ്ടാളും കൊച്ചുമക്കളായിരിക്കും. ഇവരുടെ ഭാവിയൊക്കെ വിഴിഞ്ഞത്തിൻ്റെ ഇപ്പോഴത്തെ തുറമുഖം വരുന്നതോടുകൂടി എങ്ങനെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നല്ല രീതിയിലാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ്. എങ്ങനെയാണ് ഒരു പ്രദേശത്തുള്ള ആളെന്നുള്ള സന്തോഷം? വളരെ സന്തോഷം തന്നെ. നമുക്ക് വിഴിഞ്ഞം തുറമുഖം വരുന്നതിന് വളരെ സന്തോഷമാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു അന്താരാഷ്ട്ര പോർട്ടിൻ്റെ ഇതിലൊക്കെ വരുന്നത് നല്ലൊരു സന്തോഷം തന്നെ. നമ്മുടെ ഓരോ തൊഴിലുകളും കിട്ടും. അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷകളുണ്ട്. അതിൻ്റെ നേരത്തെ വലിയ സമരമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് അവർക്ക് എത്ര നിബന്ധനകളൊക്കെ അവർ പാലിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പാലിക്കാന്നുള്ള ഇതിലാണ് പിന്നെ സമരം നിർത്തിയതും. അങ്ങനെയൊക്കെ നല്ല സന്തോഷത്തോടെ ജനങ്ങൾ പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. കുറേ കാര്യങ്ങളൊക്കെ സർക്കാർ ഇപ്പോൾ ചെയ്തു കൊടുക്കും. കുറേ കാര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുകയും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നാളെയാണ് വരുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ അത് വലിയൊരു സന്തോഷമൊക്കെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയും പിന്നെ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി അതൊരു സന്തോഷവും കേരളത്തിന് വേണ്ടി അതൊരിതാണ്. ഞാൻ പ്രതീക്ഷിച്ചത് അത് കൊള്ളാം. നമ്മുടെ അതിൽ കേരളമല്ലേ, തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര ഇതൊക്കെ വരുന്നത് നല്ലതാണ്. അതുകൊണ്ട് വളരെ സന്തോഷമൊക്കെ തന്നെ ഞങ്ങൾക്കും തോന്നുന്നത്. നമ്മുടെ പണ്ടൊക്കത്തെ ഈ വിഴിഞ്ഞം തുറമുഖം ഇങ്ങനെയൊന്നും അല്ല കിടന്നത്. ഇപ്പം വലിയ വികസനങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയ കപ്പലുകൾ വരുന്നുണ്ട്, വലിയ ബോട്ടുകളൊക്കെ വരുന്നുണ്ട്, ചരക്കുകളൊക്കെ വരുന്നെന്നൊക്കെ പറയുന്നു. ചൈനയിലുള്ളതും അമേരിക്കയിലുള്ളതെല്ലാം തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്രമായിട്ട് ഇവിടെ വരുന്നുണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞുണ്ട്. പിന്നെ വിദ്യാഭ്യാസമുള്ള പിള്ളേർക്ക് ഓരോ ജോലികൾ കൊടുക്കണമെന്നും നമ്മൾ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് എങ്ങനെയാണെന്നറിയില്ല, കൊടുക്കണമെന്നാണ് ഞങ്ങളുടെയും. ഇപ്പം തന്നെ ഈ ക്രെയിൻ ഓപ്പറേറ്റർമാരൊക്കെ ഇവിടുത്തെ പെൺകുട്ടികളാണ്. പെൺകുട്ടികളാണ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നത്. പിന്നെ നേഴ്സിങ്ങിൻ്റെ ഇതിലും പിന്നെ ഓരോരോ വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷം നമ്മുടെ ഈ വയസ്സായ അമ്മച്ചിമാരുടെ ഓരോ രോഗത്തിൻ്റെ ഇതിലും വീട്ടുകളിൽ വന്ന് അവർ ചികിത്സകൾ ചെയ്യുന്നു, ഓരോ രോഗങ്ങൾ നോക്കുന്നു. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. എങ്ങനെയാണ് സന്തോഷം? നിങ്ങളുടെ നാട്ടിലൊരു വലിയ അന്താരാഷ്ട്ര തുറമുഖമാണ് ഉണ്ടാകുന്നത്. നല്ല സന്തോഷമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും. പിന്നെ അതിലൂടെ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കയറ്റുമതി ചെയ്യണമെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് അയക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വലിയ സന്തോഷം. ചേട്ടാ, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് സന്തോഷം? നിങ്ങളുടെ നാട്ടിലൊരു വലിയ തുറമുഖം വരികയാണ്. നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സന്തോഷം. ഇങ്ങനെ ഒരു കാര്യം വന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെ. ഈ സർക്കാരിനൊക്കെ അതിൻ്റെ ലാഭം കിട്ടും. അതിൻ്റെ ചുറ്റുവട്ടം ഉള്ള ആളുകൾ മുമ്പ് സമരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ പരിഗണിക്കുകയൊക്കെ ചെയ്തു. അവരെന്നെ കൊടിയും പിടിക്കുന്നുണ്ട്. അങ്ങനെ കൊടി പിടിക്കാൻ കാര്യം അതെനിക്കറിയില്ല. അവർക്ക് കിട്ടാനൊക്കെ കിട്ടിക്കാണോ? കിട്ടിയ അവരതുകൊണ്ട് ഇപ്പോൾ കൊടിയും പിടിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖം അങ്ങനെ കുറേ കാലത്തിന് ശേഷം യാഥാർത്ഥ്യമായി. എങ്ങനെയാണ് യുവാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രതീക്ഷ? നല്ല ജോലി അവസരങ്ങൾ കിട്ടും. അതാണ് പ്രതീക്ഷ. ജോലി, ഈ നാടിനൊരു വികസനമായി, കേരളത്തിനൊരു വികസനമായി, നല്ലൊരു
ഇതാണിപ്പോൾ നാടിനൊക്കെ നല്ല വികസനമായി. ഈ ഇപ്പം തന്നെ പെൺകുട്ടികൾക്കൊക്കെ പ്രദേശവാസികളായ പെൺകുട്ടികളൊക്കെയാണ് ഇപ്പോൾ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര സംഭവമാണ് കേരളത്തിൽ. അതെ 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 ഇപ്പോൾ പെണ്ണുങ്ങളാണ് അവിടെ കൂടുതലും ആവശ്യമെന്നാണ് പറയുന്നത്. ഇവിടെ നാട്ടുകാരൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൗൺസിലർ അവരൊക്കെ പറയുന്നത് പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യം അവിടെ കൊടുക്കുന്നത്. അവരാണ് ക്രെയിൻ ഓപ്പറേറ്റിംഗ് ആ ഇതിലൊക്കെ അവരാണ് കൂടുതലെന്ന് പറയുന്നത്. തുറമുഖം വരുമ്പോൾ അതിനനുബന്ധമായിട്ട് വലിയ വികസനമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിലാണ് നിങ്ങൾക്കൊക്കെ തൊഴിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതെ അതെ അത് തുറമുഖം വരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്കും ജോലി കിട്ടുമെന്ന് നല്ല പ്രതീക്ഷയോടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാത്തിരിപ്പിന് ശേഷം വിഴിഞ്ഞം തുറമുഖ യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് പ്രതീക്ഷ? ഞങ്ങൾക്ക് 20 വർഷം കൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. ഇത്രയും ലേറ്റായി പോയല്ലോ എന്നാണ് ഞങ്ങളുടെ വിഷമം. ഇനിയുള്ള പ്രതീക്ഷ എങ്ങനെയാണ്? ഇതൊരു ഇപ്പം തുറമുഖ യാഥാർത്ഥ്യമാകുന്നു, പക്ഷേ അനുബന്ധമായിട്ടുള്ള വികസനം വരുമ്പോഴാണ് നിങ്ങൾക്കൊക്കെ കൂടുതൽ അനുബന്ധമായിട്ടുള്ള വികസനം വരുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഞങ്ങളൊന്നും ഇവിടെ നിന്ന് പറിച്ച് നടപ്പെടരുത്. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് എല്ലാം സുലഭമാണ്. വെള്ളം കുറച്ച് താത്തു കഴിഞ്ഞാൽ വെള്ളം കിട്ടും. അപ്പോൾ ഞങ്ങളെ ഈ പ്രദേശത്ത് നിന്നൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. യുവാവെന്നുള്ള നിലയിൽ സാധാരണ രീതിയിൽ തൊഴിലവസരങ്ങൾ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പലതരത്തിലുള്ള അവസരങ്ങളാണ് അനുബന്ധ വികസനം. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വികസന പ്രവർത്തനമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും അതിനൊക്കെ അവസരം കിട്ടാൻ പോകും. അതെ ഇപ്പോൾ ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ഉള്ള പോലെ നമ്മുടെ ഇവിടെയും ഡെവലപ്മെൻറ്റ്സ് വരുന്നതിൽ നല്ല സന്തോഷമുണ്ട്. കുറേ പേർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ സന്തോഷമുണ്ട് എന്തായാലും. ഒരു വിദേശ രാജ്യത്തേക്കൊക്കെ ആയിട്ടുള്ള കണക്ഷൻ കൂടി ഈ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോവുകയാണ്. അതെ അപ്പോൾ കൂടുതലായിട്ടുള്ള നമുക്ക് തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും. കൂടുതൽ കണക്ഷൻസ് ഉണ്ടാകുമ്പോൾ, വേറെ കൺട്രീസുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. പുതിയ കമ്പനികളൊക്കെ സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. അതൊരു യുവാക്കൾ അതിലൂടെ ഒരുപാട് പേർക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ്, ജോലി എല്ലാം കിട്ടും. സോ ഇവിടെ കുറേ ഒരു വലിയ സമരമൊക്കെ നടന്നിരുന്നു ഇതിനെതിരായിട്ട്. അതൊക്കെ അതിജീവിക്കുകയാണ് സർക്കാർ. അവർക്കൊക്കെ ആനുകൂല്യങ്ങളൊക്കെ നൽകി കുറേ ഓഫേഴ്സൊക്കെ നൽകിയിട്ടുണ്ട്. സോ ഇനിയും ഓഫേഴ്സ് കിട്ടട്ടെ. ഇപ്പോൾ കിട്ടി തുടങ്ങിയെന്ന് കേട്ടു, ചിലർ പറയുന്നുണ്ട് കിട്ടി തുടങ്ങിയെന്ന് പറയുന്നു. ഇനിയും എല്ലാവർക്കും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. എന്താ പഠിക്കുന്നത്? ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ ഡോക്ടറാണ്. MBBS കഴിഞ്ഞ് നിൽക്കുക. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, PG. കേരളത്തിനും രാജ്യത്തിനും സമാനതകളില്ലാത്ത വികസന സാധ്യതകളാണ് വിഴിഞ്ഞം തുറമുഖം തുറന്നിരുന്നത്. വമ്പൻ പദ്ധതികൾക്കൊപ്പം പ്രദേശവാസികളെയും ഒരുമിച്ച് ചേർത്താണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത്. വിഴിഞ്ഞത്തു നിന്ന് സജു കാഞ്ഞിരംകുളത്തിനൊപ്പം വിജിൻ വായാന്തൂർ, കൈരളി ന്യൂസ്.